ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. എല്ലാവർക്കും CC+ലേക്ക് സ്വാഗതം. നമ്മൾ SSLCയുടെ റിസൾട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണിത് അല്ലേ? എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അറിയാം, നമ്മളുടെ 99% വിജയമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കാം. ചിലപ്പോൾ കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആളുകൾ പ്രതീക്ഷിച്ച വിജയം തന്നെ ലഭിച്ചിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ചെറിയ നിരാശയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇനി എന്ത്? അതായത് SSLCയുടെ റിസൾട്ട് വന്നു, ഇനി എന്ത്? അപ്പോൾ ഇനി നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഏത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് മേഖല തിരഞ്ഞെടുക്കണം, അങ്ങനെ പല സംശയങ്ങളിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വരാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനും ഒക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് പോയാലോ? അപ്പോൾ SSLC എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. കാരണം SSLC എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. എങ്കിലും ഇതിന് ശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൃത്യമായതും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് മാറേണ്ടതുമാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല മാർക്ക് കിട്ടിയ ആളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും തന്നെ നിങ്ങളുടെ ഭാവിയെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ അവസരങ്ങളാണ് ഇനിയും കിടക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം അല്ലേ? അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളിപ്പോൾ പലരും പലവിധ കോഴ്സുകളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. സാധാരണ നമ്മൾ +1ലേക്ക് പോകുന്നു, കുറച്ച് കുട്ടികൾ വേറെ കോഴ്സുകളൊക്കെ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം പലപ്പോഴും പലരുടെയും ഇൻഫ്ലുവൻസിന്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാര് പറയും ഇന്ന കോഴ്സാണ് നല്ലത്, അപ്പോൾ ആ കോഴ്സിന്റെ പുറകെ പോവാം, അല്ലെങ്കിൽ പാരൻസ് നിങ്ങളെ നിർബന്ധിക്കാം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് പാരൻസിനോടും പറയാനുണ്ട് ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ തന്നെ. നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോഴ്സ് നിങ്ങളുടെ അഭിരുചിക്ക് പറ്റിയ ഒരു കോഴ്സ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ പറയും ഇന്ന കോഴ്സാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർ പറയും, പാരൻസ് പറയും. പക്ഷെ നിങ്ങൾക്കും കൂടി അതിനകത്ത് എന്തുണ്ടാവണം? ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവണം. ഏത് കോഴ്സിലേക്ക് പോവാം? അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഇൻട്രസ്റ്റ്, ആ ഒരു സബ്ജക്റ്റിലുള്ള മാർക്കറ്റിന്റെ ഡിമാൻഡ്, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇന്ന് നമ്മളൊരു ഇന്റർനെറ്റ് യുഗത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എവിടെ പരതിയാലും നല്ല വിവരങ്ങൾ കിട്ടും. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചോയ്സ് ഒരു സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് എന്നിവയെക്കുറിച്ച് നല്ല രീതിയിലൊരു ബോധവാന്മാരായിട്ട് വേണം നിങ്ങൾ ആ ഒരു സ്ട്രീമിലേക്ക് പോവാനായിട്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവാം. അത് പല രീതിയിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ഇതിലേക്ക് അങ്ങ് പോകുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ മുന്നിൽ ഉള്ളത് എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ഓപ്ഷൻ, എല്ലാവരും ആദ്യം തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്. അതായത് +1ലേക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. +1ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 2 വർഷത്തെ കോഴ്സ് എന്നുള്ള രീതിയിൽ +1 +2 കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി +1 +2 പഠിക്കുക എന്നുള്ളത് മാത്രമാണോ ഒരു 10ാം ക്ലാസ്സുകാരന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ? അല്ല, മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതേതാണ്? പോളിടെക്നിക് ഡിപ്ലോമ എന്നുള്ളതാണ്. അവിടെ ടെക്നിക്കൽ
അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠന രീതിയാണ് അവിടെ ഉള്ളത്. കുറേയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കുക. ITI ആൻഡ് സ്കിൽ കോഴ്സസ് അത് മുഴുവനായിട്ടും എന്താണ്, ഒരു ജോബ് ട്രേഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ITI സ്കിൽ കോഴ്സസ്. അതുപോലെ തന്നെ വേറൊരു കോഴ്സാണ് VHSE. VHSE എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ ഈ ഹയർ സെക്കൻഡറി പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു തൊഴിൽ കൂടി അവിടെ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് VHSE കംപ്ലീറ്റ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഒരു അക്കാദമിക് സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും. ഒരു തൊഴിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ പ്രധാനപ്പെട്ട ഒരു 4 മേഖലയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തേത് +1 തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് 3 സ്ട്രീംസ് ആണ് കാണാൻ കഴിയുക. അതിൽ +1 സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലും നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നോക്കുക. നമ്മൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ തിങ്കിങ്ങും റിസർച്ച് ആൻഡ് ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് സയൻസ് വിഷയത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ +1 സയൻസ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് ബയോമാക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട 2 കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബയോമാക്സ് എടുത്തവർക്ക് എന്തിലേക്ക് പോകാൻ പറ്റും? മെഡിസിനൽ മേഖലകളിലേക്ക് പോവാം, നേഴ്സിംഗ് മേഖലകളിലേക്ക് പോവാം, അതായത് MBBSന് പോവാം, BAMSന് പോവാം, പിന്നെ ഫാർമസി, അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്ക് പഠിക്കാനായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ എന്താ ഗുണം? എഞ്ചിനീയറിംഗിലേക്ക് പോവാം, അല്ലെ? നിങ്ങളുടെ പലരുടെയും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് എഞ്ചിനീയർ ആവുക എന്നുള്ളത്, അല്ലെ? അങ്ങനെ ആഗ്രഹമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? +1 സയൻസ് എടുത്ത് കമ്പ്യൂട്ടർ സയൻസിന് ജോയിൻ ചെയ്യണം, അല്ലെ? അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? BTech പഠിക്കാം, അല്ലെ? ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഡിമാൻഡുള്ള കോഴ്സുകളാണ്. ഇതിലൊക്കെ ജോലി സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സയൻസ് സ്ട്രീമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളാണ്. ഇനി സയൻസ് മാത്രമാണോ നമ്മൾ +1 പഠിക്കാൻ പറ്റുക? അല്ല, സയൻസ് കഴിഞ്ഞാൽ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട്. ഏതാണ്? കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അല്ലേ? എന്തൊക്കെയായിരിക്കും അവിടെ വരിക? ബിസിനസ്, ഫിനാൻസ്, എക്കോണമി, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രീമിൽ പഠിക്കാൻ കഴിയുക. എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന പ്രൊഫഷണൽ കരിയർ ഗോൾസ് എന്ന് നോക്കി. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഉണ്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഫിനാൻസ്, അതുപോലുള്ള മേഖലകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോവാൻ പറ്റും. വളരെയധികം ഈ മാത്സ്, കണക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കൊമേഴ്സ് നല്ലൊരു മേഖലയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്താണ്, ഈ അക്കൗണ്ടിങ് മേഖലകളിലേക്കൊക്കെ പോകാനും ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കൊമേഴ്സ് എടുക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇത് കൂടാണ്ട് ബിസിനസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, എക്കോണമിയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, അല്ലെ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്താണ്? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ, അല്ലെ? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അതിലൊക്കെ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം, ഫിനാൻസ് മേഖലകളിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വിഷയം എടുക്കാം? കൊമേഴ്സ് എടുക്കാം. അടുത്തത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പലരും പുച്ഛിച്ച് തള്ളുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ്. സത്യത്തിൽ ഹ്യൂമാനിറ്റീസ് അത്ര മോശം സബ്ജക്റ്റ് ആണോ? അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതിലും ഒത്തിരി സാധ്യതകൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. നോക്കുക, നമ്മളുടെ സിവിൽ സർവൻ്റ് ആയിട്ടുള്ള ആളുകൾ, അതായത് നമുക്ക് ജില്ലാ കളക്ടർമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവരൊക്കെ ഈ ഒരു ജോലി സാധ്യതകളൊക്കെ നമുക്ക് ഒരു ഹ്യൂമാനിറ്റീസുകാരന് വളരെ എളുപ്പത്തിൽ എത്താൻ കഴിയും. കാരണം ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച്, ക്രിയേറ്റിവിറ്റിയെ കുറിച്ച്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. നമ്മളുടെ സൊസൈറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് അഡ്വക്കേറ്റ്സിനെ അറിയാലോ, അല്ലേ? അപ്പൊ ആ മേഖലകളിലേക്കൊക്കെ, ലോയുടെ മേഖലകളിലേക്കൊക്കെ പോവാം. അതുപോലെ തന്നെ മീഡിയ, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, സൈക്കോളജി, സോഷ്യോളജി, ആർക്കിയോളജി, ഇങ്ങനെയുള്ള പല മേഖലകളിലേക്കും പോവാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയൊരു സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ അങ്ങനെ അധികം കേട്ടിട്ടുള്ള സബ്ജക്റ്റുകളല്ല. ഈ ഒരു മേഖലകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയധികം പരിചയമുള്ളതായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യം അത് എവിടെയാണ് എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ ഒരു സബ്ജക്റ്റ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. വെറുതെ എല്ലാവരും സയൻസ് തിരഞ്ഞെടുക്കുന്നു എന്ന് കരുതി നിങ്ങളും പോയി സയൻസ് തിരഞ്ഞെടുക്കരുത്. എല്ലാവരും കൊമേഴ്സ് എടുക്കുന്നു എന്ന് കരുതി നിങ്ങളും പോയി കൊമേഴ്സ് എടുക്കരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ സബ്ജക്റ്റുകളിലേക്കൊക്കെ പോവാൻ. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ ഈ സ്ട്രീമുകളിൽ ഏതൊക്കെ മേഖലകളാണ്, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി +1 കാര്യം കഴിഞ്ഞു. ഇനി മറ്റൊരു മേഖലയാണ് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, അല്ലെ? പോളിടെക്നിക് എഞ്ചിനീയറിംഗിൽ എന്തുകൊണ്ടാണ് നമ്മൾ പോളിടെക്നിക് എഞ്ചിനീയറിംഗിലേക്ക് പോകേണ്ടത്? നോക്കൂ, പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റെഡ് ഓഫ് ഡീപ് തിയറി. നമ്മൾ ഈ തിയറികൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് പോളിടെക്നിക് എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കുന്നത്. നമുക്ക് ഒരു തിയറി പഠിക്കുന്നതിനേക്കാൾ അവിടെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പഠിച്ചു പോകാൻ കഴിയും. ഇനി ഡയറക്റ്റ് ജോബ് റെഡി എന്നുള്ളതാണ്. കാരണം പോളിടെക്നിക്കിൽ പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പ്ലേസ്മെന്റ് ഒരു ബുദ്ധിമുട്ടേ അല്ല എന്നുള്ളതാണ് സത്യം. പ്ലേസ്മെന്റ് ഒരു ബുദ്ധിമുട്ടേ അല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിപ്പോവാം. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് ബിടെക്കിന് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ഇയറിലേക്ക് ബിടെക്കിന് ജോയിൻ ചെയ്യാൻ പറ്റും. അതും ഇതിനകത്തുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നോക്കൂ, നമുക്ക് പോപ്പുലർ ബ്രാഞ്ചസ് ആയിട്ടുള്ള മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇങ്ങനെയുള്ള പല മേഖലകളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഒരു താല്പര്യം ജനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മേഖലകളിലേക്ക് പോവാം. പോളിടെക്നിക് എഞ്ചിനീയറിംഗ് 3 വർഷത്തെ കോഴ്സാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ കഴിയുക. അപ്പോൾ +2 കഴിയുന്ന ഒരു കുട്ടി ഡിഗ്രിക്ക് ചേരുന്നത് പോലെ നിങ്ങൾ ഇവിടെ 3 വർഷം പഠിച്ചിട്ട് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിടെക്കിന് ലാറ്ററൽ എൻട്രി വഴി ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെയുള്ള ഒരു മേഖലയാണ് ITI, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ITI മേഖലകളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വിക്ക് റൂട്ട് ടു എംപ്ലോയ്മെന്റ് എന്ന് പറയും. അതായത് പെട്ടെന്ന് തന്നെ ജോലിക്ക് പോകാൻ ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൂടി സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള സ്കിൽഡ് ജോലികൾ, അത് നമ്മളിപ്പോൾ ഗൾഫ് മേഖലകളിലൊക്കെ അത്തരത്തിലുള്ള ജോലിക്കാരെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി സാധ്യത ധാരാളമുണ്ട് ഇത്തരത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളുടെ റെയിൽവേസിൽ, KSEBയിൽ, VSSCയിൽ ഒക്കെ ഈ സ്കിൽഡ് പേഴ്സൺസിനെ ആവശ്യമുണ്ട്. അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പം ഇലക്ട്രീഷ്യനായിട്ട്, ഫിറ്ററായിട്ട്, ഡീസൽ മെക്കാനിക്കൽ, അതുപോലെ തന്നെ AC മെക്കാനിക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ചെറിയ ചെറിയ ജോലികൾ, അതായത് സ്കിൽഡ് ജോലികൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് ITI എന്ന് പറയുന്നത്. സോ പിന്നെ നമുക്ക് മുന്നിലുള്ള മറ്റൊരു ഓപ്ഷനാണ് VHSE. VHSE എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു. എന്താണ് VHSE എന്ന് പറയുന്നത്? VHSE എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ HSCയുടെ കൂടെ ഒരു തൊഴിൽ കൂടി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ജോലിയെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പഠിക്കാനായിട്ട് കഴിയും. അതായത് ഒരു സ്റ്റാൻഡേർഡ് +2 സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് VHSE പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. നമുക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT എന്ന് പറയും. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT. അതുപോലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആൻഡ് അക്വാകൾച്ചർ, പിന്നെ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ഓട്ടോമൊബൈൽ ടെക്നോളജി, ഈ ഫീൽഡിലൊക്കെ നമുക്ക് VHSE അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിലും നിങ്ങൾക്ക് കൂടുതൽ തിളങ്ങാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പഠിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യം ഒക്കെ നോക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്.
നിങ്ങൾ +1 +2 ഒക്കെ ജോയിൻ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് 1-to-1 ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ CC+ന്റെ 1-to-1 ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മളിവിടെ 1-to-1 ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ഈ CC+ന്റെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞു തരും. നമ്പർ ഇതാണ് 9496949929. ഓക്കെ, താങ്ക് യു.